വ്യാജരേഖ ചമച്ചുള്ള അവയവക്കടത്ത് കേസിൽ മുഖ്യപ്രതി നജീബിന്റെ പ്രധാന സഹായി പിടിയിലായതോടെ അന്വേഷണം പുതിയ ദിശയിലേക്ക്. കേസിലെ 8-ാം പ്രതി പാലാ സ്വദേശി ഇ.കെ. ബിനു ആണ് ഇന്നലെ ചോറ്റാനിക്കര കോടതിയിൽ കീഴടങ്ങിയത്. ഇയാളുടെ ജാമ്യം ഹൈക്കോടതി തള്ളിയിരുന്നു. കേസിൽ ഇ.ഡി. അന്വേഷണവും സുപ്രധാന ഘട്ടത്തിലാണ്. വ്യാജരേഖ ചമച്ചുള്ള അവയവ കച്ചവടത്തിന്റെ മുഖ്യ സൂത്രധാരൻ കാസർഗോഡ് സ്വദേശി നജീബ് കല്ലട്ര, ഭാര്യ റഷീദ എന്നിവരടക്കം 8 പേരെയായിരുന്നു അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നജീബിന്റെ ഡയറിയിൽ നിന്ന് 20 ദാതാക്കളുടെയും 30ഓളം ഏജന്റുമാരുടെയും വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇവരിൽ പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വൻ തുകകൾ കമ്മീഷനായി വന്നിട്ടുള്ളതായും കണ്ടെത്തിയിരുന്നു. അവയവ കച്ചവട കേസിലെ പ്രധാന ഏജന്റായ മായയിൽ നിന്നാണ് നജീബിന്റെ സഹായിയായ ബിനുവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. വൃക്കദാതാവിന് നൽകാൻ നജീബ് കൊടുത്ത തുകയിൽ നിന്ന് വലിയ പങ്ക് കമ്മീഷനായി ബിനു കൈപ്പറ്റിയിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കോടതി റിമാൻഡ് ചെയ്ത ബിനുവിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബിനുവിനെ ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ ഏജന്റുമാരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. അതിനിടെ അന്വേഷണം നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചിയിൽ റെയ്ഡ് നടത്തിയ സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ അടക്കം മൊഴിയെടുക്കാനുള്ള നീക്കത്തിലാണ്. ലേക്ക് ഷോർ ആശുപത്രി MD KS അബ്ദുള്ളയെ കഴിഞ്ഞ ദിവസം ഇ.ഡി. ചോദ്യം ചെയ്തിരുന്നു. ജനം, കൊച്ചി.